അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രവർത്തനം ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആ മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? അത് നദീതീരത്തെ മൺതിട്ടകളിൽ പരിശോധന നടത്തുകയാണ്. ഇപ്പോഴും ആ ജോലി തന്നെയാണോ തുടരുന്നത്? ഏതാണ്ടൊരു 35-40 മീറ്റർ അകലെയുള്ള ആ വലിയ മൺകൂമ്പാരത്തിലേക്ക് എങ്ങനെ എത്തും എന്നതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? വിജയകുമാർ, അത് അവർ തീരുമാനിച്ചത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പുഴയോട് ചേർന്ന ആ മൺകൂമ്പാരത്തിൽ അവരൊരു പരിശോധന നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് തന്നെയാണ് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം മാത്രമേ ഈ ഒരു 40 മീറ്ററോളം അകലെയുള്ള നമുക്ക് സിഗ്നൽ ലഭിച്ചിട്ടുള്ള നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് അവരുടെ ഈ പരിശോധന നീളുകയുള്ളൂ. അപ്പോഴും അതിലൊരു വ്യക്തത കുറവുണ്ട്. ഇതിൻ്റെ ഈ യന്ത്രക്കൈ അത്രത്തോളം നീളുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. അപ്പോൾ അതിലൊരു സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുള്ളൂ. നിലവിൽ അവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഈ പുഴയോരത്തെ മൺകൂമ്പാരത്തിലുള്ള പരിശോധന തന്നെയാണ്. അവരത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ ഈ നമ്മുടെ മലയാളി രക്ഷാപ്രവർത്തകരൊക്കെ ആവശ്യപ്പെട്ടതുപോലെ അവിടെ കൂടി കുറച്ചുകൂടി ഈ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. MLA ഉൾപ്പെടെ അത്തരമൊരു നിർദ്ദേശവും അവർ ആദ്യഘട്ടത്തിൽ അവിടെ എത്തിച്ച് ഇതിൻ്റെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവരതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയ ശേഷമാണ് ദൗത്യ സംഘത്തോടു കൂടി ആലോചിച്ചതിന് ശേഷമാണ് ആദ്യം ഈ പുഴയോരത്തെ വലിയ മൺകൂമ്പാരത്തിന് അവിടെ ഒരു പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ ഈ നിലവിൽ നമുക്ക് അതായത് 40 മീറ്ററോളം അകലെയുള്ള ഈ കരസേനയുടെയും അതോടൊപ്പം തന്നെ നേവിയുടെയും ഈ സിഗ്നൽ ലഭിച്ചിട്ടുള്ള പോയിന്റിലേക്ക് ആ വലിയ കൂമ്പാരത്തിലേക്ക് ഇതിൻ്റെ പരിശോധന എന്തായാലും നടത്തുകയുള്ളൂ. എന്തായാലും അതിൻ്റെ പ്രവർത്തനം എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട് എന്നുള്ളതാണ്. ഏറെ സമയമായി ഈ ഷിരൂരിൽ ഈ അപകട സ്ഥലത്ത് ഉൾപ്പെടെ ഈ മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പരിശോധന നടത്താൻ എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യവും കാലാവസ്ഥയും ഉണ്ട്. അല്പസമയത്തിനകം ഈ നിലവിലെ അവിടുത്തെ അതായത് കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ്. ഗംഗാവാലി നദിയിലെ ഏതാണ്ട് 40 മീറ്റർ അകലെയുള്ള ആ മൺകൂമ്പാരത്തിലേക്ക് ചെറു ദ്വീപായി അവിടെ രൂപപ്പെട്ടതാണ് ഈ മണ്ണടിഞ്ഞ്. അതിലേക്ക് പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ പുഴയുടെ ഓരത്തെ മൺകൂമ്പാരങ്ങളിലും തെരച്ചിൽ നടത്തുകയാണ്. ആ വലിയ മണ്ണുമാന്തി യന്ത്രം അതിൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഇന്നലെ ഒരു വ്യക്തതയുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് നേരത്തെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അവിടുത്തെ കർവാർ MLA യും പറഞ്ഞിരുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം.